ഹായ് ഒരുവാൻ. ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായിട്ടുള്ള ത്രയംബകേശ്വർ ടെമ്പിളിലേക്ക് പോകുന്നതാണ്. ഈ പുറകിൽ കാണുന്ന മലനിരകളെയാണ് ബ്രഹ്മഗിരി ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മഗിരി ഹിൽസിന്റെ മുന്നിലായിട്ടാണ് ത്രയംബകേശ്വർ ടെമ്പിൾ ഉള്ളത്. ഞങ്ങൾ 200 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്ന് അതിൽ കൂടിയാണ് അമ്പലത്തിനുള്ളിലേക്ക് കയറിയത്. സാധാരണ ജനറൽ ക്യൂ ഉണ്ട്. അതിൽ കുറച്ചധികം സമയം നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്താണ് അകത്ത് കയറിയിട്ടുള്ളത്. ഇതാണ് ജ്യോതിർലിംഗം ടെമ്പിളിന്റെ ഒരു സൈഡിൽ കാണുന്ന വ്യൂ കേട്ടോ. ത്രയംബകേശ്വർ ജ്യോതിർലിംഗത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 3 ത്രിമൂർത്തികൾ അതിൽ പ്രസന്റ് ആണ്. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ആ ജ്യോതിർലിംഗത്തിൽ പ്രസന്റ് ആണ്. പരമപവിത്രമായ ഗോദാവരി നദി ത്രയംബകേശ്വർ ജ്യോതിർലിംഗത്തിലേക്ക് ഒഴുകുന്നുണ്ട്. അത് അവിടെ തൊഴാൻ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ജ്യോതിർലിംഗത്തിലേക്ക് വെള്ളം നിറയുന്നത്. അപ്പോൾ 3 ത്രിമൂർത്തികളും ഈ ജ്യോതിർലിംഗത്തിൽ തന്നെയാണ്, 3 വശങ്ങളിലായിട്ടാണ് ഉള്ളത്. അതിലേക്കാണ് ഗോദാവരി നദി ഒഴുകുന്നത്. അമ്പലത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ടെമ്പിൾ ആർക്കിടെക്ചർ. ബ്ലാക്ക് സ്റ്റോൺസ് കൊണ്ട് മാത്രമാണ് ഈ അമ്പലം പണിതിട്ടുള്ളത്. പിന്നെ വലിയ മുറ്റം ആ അമ്പലത്തിന് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലമുണ്ട് അവിടെ. മുറ്റത്തിന്റെ നടുക്കായിട്ടാണ് ഒരു ത്രിശൂലം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി വരുന്ന ആൾക്കാരെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തന്നെ അമ്പലത്തിന്റെ ഓരോ സ്റ്റോൺസിലും ഓരോ സൈൻസ് എൻഗ്രേവ് ചെയ്തിട്ടുള്ളത് കാണാം. അത് അവിടെ പറയപ്പെടുന്ന വിശ്വാസം എന്തെന്നാൽ ആ സൈൻസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയുടെ ജീവാത്മാവും പരമാത്മാവിനെയുമാണ് അത് കാണിക്കുന്നതെന്നാണ്. അത് ഡയറക്റ്റ് ആയിട്ട് പരമശിവനെ, മഹാദേവനിലേക്ക് നമ്മളെ കണക്ട് ചെയ്യും എന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് ഓരോ സൈൻസും ഓരോ ഡിറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ അമ്പലത്തിന്റെ ആർക്കിടെക്ചർ സ്ട്രക്ചർ എന്താണെന്ന്. ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ് അമ്പലത്തിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഫെസ്റ്റീവ് ഡേയ്സ് ആണെങ്കിൽ അത് പൂജാതി കർമ്മങ്ങളിൽ മാറ്റമുള്ളത് കൊണ്ട് ഈ സമയങ്ങളിൽ മാറ്റം ഉണ്ടാവാറുണ്ട്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന നാസിക് സ്റ്റേഷനിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയിട്ടാണ് ത്രയംബകേശ്വർ ജ്യോതിർലിംഗം ടെമ്പിൾ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200 രൂപയുടെ VIP ടിക്കറ്റ് എടുത്താൽ പോലും 2 to 3 hours ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. ക്യൂ നിന്ന് മാത്രമേ അകത്ത് കയറാൻ സാധിക്കുള്ളൂ. അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിറയെ കടകളാണ്. ഒരുപാട് ഷോപ്പിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ത്രയംബകേശ്വർ ടെമ്പിൾ. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളും അവിടെ നിന്ന് വാങ്ങി തിരികെ നാസിക്കിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ബ്രഹ്മഗിരി ഹിൽസ് ആണ് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഹർ ഹർ മഹാദേവ്.